ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ചാർജ് ഓഫ് ടോർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഡിസ്ചാർജ് ഓഫ് ടോർട്ട് മീൻസ് ടോർട്ട് കെയിം ടു ആൻ എൻഡ്. ടോർട്ട് ഒരു അവസാനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ഡിസ്ചാർജ് ഓഫ് ടോർട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ടോർട്ട് സീസ് ടു എക്സിസ്റ്റ്. അതായത് ഒരു പ്രോസസ്സാണ് ഈ ഡിസ്ചാർജ് ഓഫ് ടോർട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടോർട്ട് ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ചാർജ് ഓഫ് ടോർട്ട്. ആൻഡ് അതുപോലെ തന്നെ എ റോങ് ഡൂവർ ഈസ് നോട്ട് ലയബിൾ ഫോർ റോങ് കമ്മിറ്റഡ് ബൈ ഹിം. അയാൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ടോർട്ടിന് ഇനി അയാൾ ലയബിളും അല്ല, അല്ലെങ്കിൽ അയാൾ ഇനി ബാധ്യസ്ഥനും അല്ല എന്ന് ഇതുവഴി ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്. സോ ടോർട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന അതല്ലെങ്കിൽ ടോർട്ടിനെ അവസാനിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡിസ്ചാർജ് ഓഫ് ടോർട്ട്. അതുപോലെ തന്നെ ആ തെറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ഇനി ആ തെറ്റിന് ബാധ്യസ്ഥനല്ല എന്നും ഇതുവഴി ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്. It is a situation where the vested right of action for tort is discharged by some matters. അതായത് ഒരു വ്യക്തിക്ക് എതിരായിട്ട് ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനെതിരായിട്ട് റെമഡി ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക് എതിരായിട്ട് ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കോർട്ടിനെ സമീപിക്കാം റെമഡിക്ക് വേണ്ടിയിട്ട്. സോ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചാൽ അയാളുടെ മുകളിൽ വെസ്റ്റ് ചെയ്തിട്ടുള്ള ആ റൈറ്റ് ഓഫ് ആക്ഷൻ, അതായത് ആ സ്യൂട്ട് ഫയൽ ചെയ്യാനും റെമഡി ക്ലെയിം ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്, അതായത് ഇല്ലാണ്ടാവുകയാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ റൈറ്റ് ഒരു അവസാനത്തിലോട്ട് എത്തുകയാണ് ഡ്യൂ ടു സം മാറ്റേഴ്സ്. സോ ഡിസ്ചാർജ് ഓഫ് ടോർട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ടോർട്ട് ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. ആൻഡ് ആ പ്രോസസ്സ് വഴി ആ തെറ്റുകാരൻ ഇനി ബാധ്യസ്ഥനല്ല എന്നും എഴുതപ്പെടുകയാണ്. കുറച്ച് മാറ്റേഴ്സ് മൂലം അതല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് മൂലമാണ് ഈ ഡിസ്ചാർജ് ഓഫ് ടോർട്ട് സംഭവിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആ മാറ്റേഴ്സ് അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് എന്ന് നോക്കാം. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഈ ടോർട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഡെത്ത് ഓഫ് ദ പാർട്ടീസ് ആണ്. പേഴ്സണൽ റൈറ്റ് ഓഫ് ആക്ഷൻ ഡൈസ് വിത്ത് ദ പേഴ്സൺ. ഒരു വ്യക്തി മരിക്കുന്നതോട് കൂടിയിട്ട് അയാളുടെ മുകളിൽ വെസ്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ റൈറ്റ് ഓഫ് ആക്ഷനും ഇല്ലാണ്ടാവുകയാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് എതിരായിട്ടാണ് പേഴ്സണലി ഏതെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറിയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അയാൾക്ക് മാത്രമാണ് അതിനെതിരായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റെമഡി ക്ലെയിം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അയാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലീഗൽ ഹെയർസിന് ആ റൈറ്റ് ഓഫ് ആക്ഷൻ ഉണ്ടാവില്ല. അതായത് ഈ വ്യക്തി മരിക്കുന്നതോട് കൂടിയിട്ട് അയാളുടെ മുകളിൽ വെസ്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ റൈറ്റ് ഓഫ് ആക്ഷൻ ഇല്ലാണ്ടാവുകയാണ്. ഒരു ടോർട്ടിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് രണ്ട് പാർട്ടീസ് ആണ്. ഒന്ന് എന്ന് പറയുന്നത് ആ റോങ് കമ്മിറ്റ് ചെയ്യുന്ന ആള്, രണ്ട് എന്ന് പറയുന്നത് ആർക്കെതിരായിട്ടാണ് ആ റോങ് കമ്മിറ്റ് ചെയ്യപ്പെട്ടത്, അതായത് ആ ഇൻജേർഡ് പേഴ്സണും ആണ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോർട്ട് ഡിസ്ചാർജ് ചെയ്തേക്കാം. ബട്ട് ഇതിൻ്റെ അണ്ടറിലും രണ്ട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇൻ കേസ് ഓഫ് പ്രൊപ്രൈറ്ററി റോങ്, അതായത് പ്രോപ്പർട്ടിക്ക് എതിരായിട്ടാണ് ഈ ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിനെതിരായിട്ട് റോങ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അതായത് പ്ലെയിൻറ്റിഫിന്റെ പ്രോപ്പർട്ടിക്ക് എതിരായിട്ടായിരുന്നു ഈ ഡിഫൻഡന്റ് ഈ ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ റോങ്ഡ് പേഴ്സൺ മരിച്ചു കഴിഞ്ഞാലും, അതായത് ആ പ്ലെയിൻറ്റിഫ് മരിച്ചു കഴിഞ്ഞാലും പ്ലെയിൻറ്റിഫിന്റെ ലീഗൽ ഹെയർസിന് ഡിഫൻഡന്റിൽ നിന്ന് ഡാമേജസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ബട്ട് പ്ലെയിൻറ്റിഫിനെതിരായിട്ട് ഈ ഡിഫൻഡന്റ് പേഴ്സണൽ ടോർട്ട് അല്ലെങ്കിൽ പേഴ്സണൽ റോങ് ആണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ പ്ലെയിൻറ്റിഫ് മരിച്ചു കഴിഞ്ഞാൽ ഈ പ്ലെയിൻറ്റിഫിന്റെ ലീഗൽ ഹെയർസിന് ഈ ഡിഫൻഡന്റിനെ സ്യൂ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടിയും പറയാണ്, അതായത് പ്ലെയിൻറ്റിഫിന്റെ ഡെത്തിന്റെ കേസിൽ ഇപ്പൊ പ്ലെയിൻറ്റിഫിന്റെ പ്രോപ്പർട്ടിക്ക് എതിരായിട്ടാണ് ഡിഫൻഡന്റ് ഈ റോങ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്ലെയിൻറ്റിഫിന്റെ ലീഗൽ ഹെയർസിനെ ഈ ഡിഫൻഡന്റിനെ സ്യൂ ചെയ്യാനും ഡാമേജസ് ക്ലെയിം ചെയ്യാനും പറ്റും. ബട്ട് പേഴ്സണൽ ടോർട്ടാണ് ഈ ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിനെതിരായിട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ലീഗൽ ഹെയർസിന് ഡിഫൻഡന്റിനെ സ്യൂ ചെയ്യാൻ പറ്റില്ല. ഈവൻ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് ദ റോങ് ഡൂവർ.
ഇപ്പോൾ വിചാരിക്കുക ഇവിടെ ഡിഫൻഡന്റ് ആണ് മരിക്കുന്നത്, അതായത് ആ റോങ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മരിക്കുന്നത്. The legal heir of deceased are not liable for personal tort of wrongdoer. ഈ റോങ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ലീഗൽ ഹെയർസ് ഒരിക്കലും ആ മരിച്ച ഡിഫൻഡന്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ടോട്ടിന് ലയബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിനെതിരായിട്ട് ഒരു പേഴ്സണൽ ടോട്ടാണ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഡിഫൻഡന്റ് മരിച്ചു പോകുന്ന സമയത്ത് ഡിഫൻഡന്റിന്റെ ലീഗൽ ഹെയർസ് ഒരിക്കലും ആ ഡിഫൻഡന്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേഴ്സണൽ ടോട്ടിന് ലയബിൾ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയണം. എ എന്നുള്ളൊരു വ്യക്തി ഒരു പേഴ്സണൽ ടോർട്ട് ബിക്കെതിരായിട്ട് കമ്മിറ്റ് ചെയ്തു. അതായത് ഇവിടെ എ ആണ് ഡിഫൻഡന്റ്, ബി ആണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. അങ്ങനെ എ മരിച്ചു പോവുകയാണ്. സോ ഒരിക്കലും ബിയുടെ ലീഗൽ ഹെയർസിനോ അല്ലെങ്കിൽ ബിക്കോ ഈ എയുടെ മകനെ സ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ്, ഈ ഡിഫൻഡന്റ് ഒരു പേഴ്സണൽ ടോട്ടായിരുന്നു കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടാണ്. Accord means an agreement whereby a person agrees to accept some valuable consideration in lieu of right of action that he has against the other. അതായത് ഇവിടെ രണ്ട് പാർട്ടീസ് ആണല്ലോ ഉണ്ടാവുന്നത്, ഒന്ന് റോങ് ഡൂവറും രണ്ട് എന്ന് പറയുന്നത് ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സണും. സോ ഇവിടെ ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സൺ അയാളുടെ റൈറ്റ് ഓഫ് ആക്ഷന് പകരം ഈ റോങ് ഡൂവർ തരുന്ന പൈസ, അതല്ലെങ്കിൽ ഏതെങ്കിലും റോങ് ഡൂവർ ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും വാല്യുബിൾ കൺസിഡറേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്യുന്ന ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ഈ അക്കോർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ഇഞ്ചേർഡ് പേഴ്സൺ അയാളുടെ റൈറ്റ് ഓഫ് ആക്ഷൻ എക്സസൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, പകരം അയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു റോങ് ഡൂവർ അയാൾക്ക് ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള വാല്യുബിൾ കൺസിഡറേഷൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. Satisfaction means actual payment of amount of consideration so agreed to when there is an agreement and it is satisfied by its executors. The agreement is termed as accord and satisfaction and it discharges the tort. അതായത് ആ ഒരു എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് ആക്ച്വൽ ആയിട്ട് പേ ചെയ്യുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ അക്കോർഡിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് എപ്പോഴാണ് ആക്ച്വലി ഈ റോങ് ഡൂവർ നമ്മുടെ ഇഞ്ചേർഡ് പേഴ്സണ് പേ ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ അവിടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു എഗ്രിമെന്റിനെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ വഴി ഈ ടോർട്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. ഈ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുക എന്നാണല്ലോ പറയുന്നത്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് മണി ടേംസിലാണ് കൊടുക്കുന്നത്. അതായത് ഈ ഇഞ്ചേർഡ് പേഴ്സണോ അല്ലെങ്കിൽ ഇഞ്ചേർഡ് പേഴ്സന്റെ ലീഗൽ ഹെയർസോ ആ കേസ് സെറ്റിൽ ചെയ്യാണ്. അതായത് കോടതിയിൽ ഇനി അവർക്ക് പോവാനും പ്രൊസീഡ് ചെയ്യാനും അവർ താല്പര്യപ്പെടുന്നില്ല, ആ ഡിസ്പ്യൂട്ടായിട്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവുന്നില്ല. സോ ആ ഇഞ്ചേർഡ് പേഴ്സണോ അല്ലെങ്കിൽ ആ ഇഞ്ചേർഡ് പേഴ്സന്റെ ലീഗൽ ഹെയർസോ ഈ റോങ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മോണിറ്ററി കോമ്പൻസേഷൻ, അതായത് കൺസിഡറേഷൻ രൂപത്തിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ മണി രൂപത്തിൽ ആ ഒരു കൺസിഡറേഷനെ വാങ്ങുകയാണ്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിലീസിനെ കുറിച്ചിട്ടാണ്. അതായത് ഇവിടെ ഇഞ്ചുറി അനുഭവിക്കപ്പെട്ട വ്യക്തി പറയണ അയാൾക്ക് പരാതിയൊന്നുമില്ല, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ആ റൈറ്റ് ടു ആക്ഷൻ അയാളെ ഡിസ്ചാർജ് ചെയ്യണം, അയാൾക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതിനെയാണ് നമ്മൾ റിലീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾ നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. അതായത് അയാൾക്ക് ആ റോങ് ഡൂവർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ എപ്പോഴും ഈ റിലീസ് എപ്പോഴും വോളണ്ടറിലി, അതായത് അയാളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഭീഷണിപ്പെടുത്തിയിട്ടോ കമ്പൽ ചെയ്തിട്ടൊന്നും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് റിലീസ് വാങ്ങാൻ പറ്റില്ല. പിന്നെ പറയുന്നത് ഇപ്പോൾ ജോയിന്റ് ടോർട്ട് ഫീസേഴ്സ് ഉണ്ട്. അതായത് ഒരു റോങ് രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ചേർന്നിട്ടാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു വ്യക്തിക്കെതിരായിട്ട്
ഈ ഹാം അനുഭവിച്ചിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യാണ്, റിലീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ മാത്രമാണ് അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് എല്ലാവരെയും, അതായത് ആ എല്ലാ ജോയിന്റ് ടോർട്ട് ഫീസേഴ്സിനെയും ഇവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ ആൾക്കാരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. ഏത് വ്യക്തിക്കെതിരാണ് റിലീസ് കൊടുത്തിട്ടുള്ളത് അയാൾ മാത്രമാണ് ആ ഒരു കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടുള്ളൂ. ബട്ട് അതർ ആൾക്കാർ റിലീസ് ആവില്ല, അതായത് അതർ ആൾക്കാർ ഡിസ്ചാർജ് ചെയ്യപ്പെടില്ല ഈ കേസിൽ നിന്ന് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് അക്യൂസൻസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇവിടെ പ്ലെയിൻറ്റിഫിന്റെ ഇൻകപ്പാസിറ്റി മൂലം ആ ടോർട്ട് ഡിസ്ചാർജ്ഡ് ആവുകയാണ്. അതായത് ഇപ്പോൾ പ്ലെയിൻറ്റിഫിന്റെ കയ്യിൽ ആവശ്യത്തിന്, അതായത് കോടതിയിൽ കെട്ടിവെക്കാനുള്ള പൈസ ഇല്ല, അതല്ലെങ്കിൽ അയാൾക്ക് കോടതിയിൽ പോവാൻ സമയമില്ല, അതല്ലെങ്കിൽ അയാൾക്ക് അഡ്വക്കേറ്റ്സിന് കൊടുക്കാൻ പൈസ ഇല്ല, അതല്ലെങ്കിൽ അയാൾക്ക് സ്റ്റാമ്പ് ഫീ അടക്കാനുള്ള പൈസ ഇല്ല. സോ ഇങ്ങനത്തെയൊക്കെ ഇങ്ങനെ വരുന്ന പ്ലെയിൻറ്റിഫിന്റെ ഇൻകപ്പാസിറ്റി മൂലം നമ്മുടെ ടോർട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്യൂസൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക്, അതായത് ഈ ഇൻജേർഡ് പേഴ്സണ് പൂർണ്ണമായ ബോധ്യമുണ്ട് ഈ റോങ് ഡൂവറുടെ ആക്ട് മൂലം അയാളുടെ ഒരു റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് എന്ത് വന്നാലും അയാൾ എന്ത് ചെയ്യും, അയാൾ കോടതിയെ സമീപിച്ചിട്ട് അയാളുടെ റൈറ്റ് തിരിച്ചു വാങ്ങാൻ അയാൾ പോരാടുക തന്നെ ചെയ്യും. അതല്ലാണ്ട് അയാൾ എന്ത് ചെയ്യില്ല, വെറുതെ ഒരു ഡോർമൻ പൊസിഷനിൽ നിൽക്കില്ല. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലെയിൻറ്റിഫിന്റെ ഇൻആക്ടിവിറ്റി മൂലം, അതായത് അയാൾ ഇപ്പോൾ കോടതിയിൽ പോവാണ്ടിരിക്കുക, അതല്ലെങ്കിൽ കേസ് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയുള്ള ആ ഒരു ഇൻആക്ടിവിറ്റി മൂലം നമ്മുടെ ടോർട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. അടുത്തതായിട്ട് ജഡ്ജ്മെന്റിന്റെ ബേസിൽ എങ്ങനെയാണ് ഈ ടോർട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് റെസ് ജുഡിക്കാറ്റ ആണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു കേസ് ഓൾറെഡി ഒരു കോമ്പീറ്റന്റ് കോർട്ട് ജഡ്ജ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെയിം മാറ്ററിന്റെ മുകളിൽ ഈ സെയിം പാർട്ടീസിനെ വീണ്ടും ഒരു ഫ്രഷ് സ്യൂട്ടായിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് റെസ് ജുഡിക്കാറ്റയെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോമ്പീറ്റന്റ് കോർട്ട് ഒരു മാറ്ററിന്റെ മുകളിൽ ഡിസിഷൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സെയിം സംഭവം പുതിയൊരു സ്യൂട്ടായിട്ട് ഫയൽ ചെയ്യുന്നത് ഡീബാർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ലോ ഓഫ് ലിമിറ്റേഷനെ കുറിച്ചിട്ടാണ്. അതായത് ലോ ഒരു ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിന്റെ ഉള്ളിലാണ് നമുക്ക് കൊടുക്കാനുള്ള കേസൊക്കെ ഫയൽ ചെയ്യേണ്ടത്. അതായത് ഇപ്പം നമുക്കെതിരായിട്ട് ഒരു റോങ് ആരെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലോ ഓഫ് ലിമിറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിന്റെ ഉള്ളിലാണ് നമ്മൾ ആ കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ ടൈം പീരീഡ് എക്സ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പോയിട്ടുള്ളതെങ്കിൽ, അതായത് നമ്മൾ കേസ് കൊടുക്കാൻ പോയിട്ടുള്ളതെങ്കിൽ ലോന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് അവിടെ നമുക്ക് കിട്ടേണ്ട റെമഡി ഒന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം ആ ലിമിറ്റേഷൻ പീരീഡ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം റൈറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ബോധമുള്ള ഒരു വ്യക്തി അത് വൈകിക്കാൻ നിൽക്കില്ല. നമ്മൾ ആ കറക്റ്റ് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റെമഡി സീക്ക് ചെയ്യാൻ പോകുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് കോടതി എന്റർടൈൻ ചെയ്യില്ല, നമുക്ക് ആ റെമഡി കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായി വെയ്വർ ബൈ ഇലക്ഷന്റെ ബേസിൽ എങ്ങനെയാണ് ടോർട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം അതായത് ഒരു വ്യക്തിക്കെതിരായിട്ട് ടോർട്ട് കമ്മിറ്റ് ചെയ്തു ആൻഡ് അയാൾക്ക് റെമഡി ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ടോർട്ടിന്റെ റെമഡി ആയിട്ട് അയാളുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതായത് ഇപ്പം ഇൻജങ്ഷൻ, ചിലപ്പോൾ ഡാമേജസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അയാളുടെ മുമ്പിലുണ്ട്. സോ അയാൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ബാക്കി റെമഡീസ് ഗിവ് അപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ വെയ്വ് ചെയ്യണം. He cannot pursue them if he fails in the one elected. ഇപ്പോൾ അയാൾ എലക്ട് ചെയ്ത ആ ഒരെണ്ണം അയാൾക്ക് കോടതി നൽകിയില്ലെങ്കിൽ, റെമഡി ആയിട്ട് അയാൾക്ക് കോടതി കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ളത് പിന്നെ ചൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യാനും പറ്റില്ല.
ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്ചാർജ് ഓഫ് ടോർട്ടിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.